നമുക്ക് പുതിയൊരു വീഡിയോ കണ്ടാലോ? കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പോയാലോ? യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. ബാക്കി മനോഹര നിമിഷങ്ങളുമായി ഞാൻ വീണ്ടും വന്നു. ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത കഥ വരെ കേട്ടില്ലേ? ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ റൂം. എങ്ങനെയുണ്ട്? ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ ഹോട്ടൽ റൂമിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതുകൊണ്ട് കൂടുതലായി ഞാനൊന്നും ഈ റൂമിനെ കുറിച്ച് പറയുന്നില്ല. നമുക്ക് കിട്ടിയേക്കുന്ന റൂമിലെ ടി വിയിൽ ആരുടെ റൂമാണോ ആ ആളുടെ പേരെഴുതി കാണിക്കുന്നത് കണ്ടോ? 3 പേർക്കും 3 റൂമായതുകൊണ്ട് ഒത്തുകൂടാൻ ഏതെങ്കിലും ഒരു കോമൺ സ്പേസ് വേണ്ടേ? ഇതാ ഒത്തുകൂടൽ ഇവിടെ തുടങ്ങുവാണ് കേട്ടോ. കുറച്ച് നേരം ഞങ്ങളുടെ റൂമിലും കുറച്ച് നേരം മാട്ടിൻ്റെ റൂമിലും അങ്ങനെ മാറി മാറി ഇരുന്ന് ചളി പറഞ്ഞുകൊണ്ടിരിക്കുക. കുറേ നാളിന് ശേഷം എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് വർത്തമാനം പറയുന്നതിൻ്റെ സമയം കുറച്ചു കൂടും. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ താഴെ കിച്ചണിൽ വന്നിട്ട് ഫുഡിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അവിടെ നമുക്ക് കിച്ചണിൽ ഫുഡ് അവൈലബിൾ ആണ്. ഈവൻ ഇന്ത്യൻ ഫുഡും ഉണ്ട്, യൂറോപ്യൻ സ്റ്റൈൽ ഫുഡും ഉണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ ആവശ്യത്തിന് ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ റൂമിൽ വന്ന് നല്ല സുഖം ഒരു ഉറക്കം ഉറങ്ങി. കാരണം എന്നത്തേനേക്കാട്ടിലും നേരത്തെ രാവിലെ എണീക്കണം. രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ പൂളിൽ പോയാൽ മാത്രമേ വെയിലില്ലാതെ നമുക്കവിടെ സെറ്റപ്പ് ആകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പൂളിലൊക്കെ പോയി തിരിച്ച് വന്ന് ഞങ്ങൾ യൂറോപ്യൻ സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. മുട്ട പുഴുങ്ങിയതും കോൺഫ്ലേക്സും എക്സെട്ര എക്സെട്ര എക്സെട്ര. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് അവിടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അത് അവിടെ പോയി തക്കു ഒരു ഫേസ് ആർട്ടും വരച്ചു. അവരൊരു പേപ്പറിനകത്തിൽ ഔട്ട്ലൈൻ കൊടുത്തിട്ട് കളർ അടിക്കാൻ പറഞ്ഞു. അതും കളർ അടിച്ചു. തക്കുവിൻ്റെ ഫേസ് ആർട്ട് കണ്ടപ്പോൾ എനിക്കും എൻ്റെ ഫേസിൽ ഒരു ആർട്ട് വരയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പോയി ഒരു യൂണിക്കോണിനെ വളരെ ഭംഗിയായിട്ട് വരച്ചു. നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഉന്നി വെച്ച ഒരു സാധനമാണ് കേട്ടോ, ഐസ് സ്കേറ്റിങ്. കുഞ്ഞാറ്റയ്ക്കും ചക്കിക്കും സ്കേറ്റിംഗ് അറിയാം. അപ്പോൾ അവർക്ക് ഐസിൽ കൂടെ സ്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഷാലറ്റ് അവരെ ഐസ് സ്കേറ്റിങ്ങിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് കണ്ടപ്പോൾ തക്കുവിന് ചെറിയൊരു വൈക്ലബി ഉണ്ട്, എനിക്കും ഐസ് സ്കേറ്റിങ്ങിന് പോകണമെന്ന് പറഞ്ഞ്. സ്കേറ്റിംഗ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് എനിക്ക് ഈ ഐസ് സ്കേറ്റിങ്ങിൽ അവളെ ഒറ്റയ്ക്ക് വിടാൻ ഒരു ചെറിയ ഉൾഭയം. അതുകൊണ്ട് ഞാൻ വിട്ടില്ല. അപ്പോൾ അവളുടെ വിഷമമൊക്കെ മാറാൻ വേണ്ടി ഞാൻ അവളെ അവിടുന്ന് പെതുക്കെ കൈയും പിടിച്ച് ഞങ്ങൾ ഓരോ ഷോപ്പിൽ ഇങ്ങനെ കയറി ഇറങ്ങി തെണ്ടി. അങ്ങനെ ഈ തെണ്ടലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും റൂമിൽ വന്ന് ഫ്രഷായി. കാരണം അടുത്ത ഭക്ഷണം കഴിക്കണം. നാട്ടിൽ നമ്മളിപ്പോൾ ഹോട്ടൽ സ്റ്റേ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമ്മൾ എവിടെയെങ്കിലും ഒരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വിശ്രമിക്കാൻ കണ്ടെത്തുന്ന ഒരു സ്ഥലം. അങ്ങനെയാണ് നമ്മൾക്ക് ശരിക്കും ഇപ്പോൾ എല്ലാവരും ഹോട്ടൽ സ്റ്റേ എന്നൊക്കെ പറയുമ്പോൾ ഞാനും അങ്ങനെയാണ് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മാറി. നമ്മൾ ഈ തിരക്കേറിയ ദിവസങ്ങളിൽ നിന്നെല്ലാം മാറി ഒരു കപ്പ് ചായയുമായിട്ട് ജനലിനരികിലിരുന്ന് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കുടുംബത്തോടൊപ്പം സന്തോഷം പങ്കിടുന്ന സമയം, രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ, പിന്നെ ഹോട്ടലുകൾ നൽകുന്ന അതിഥി സൽക്കാരം, ഇവയെല്ലാം ചേരുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ്. ചില സമയത്തെ നമുക്ക് വേണ്ടത് വലിയ കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് സമാധാനവും പിന്നെ സുഖകരമായിട്ടുള്ളൊരിടവും പിന്നെ പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള ചില നല്ല നിമിഷങ്ങളും. അത്രയും മതി നമ്മളൊന്ന് ഹാപ്പി ആവാൻ. അല്ലാതെ ഒരുപാട് പൈസയും സ്വത്തൊന്നും ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യവുമില്ല. നമുക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല. അങ്ങനെ ആ മനോഹര ദിവസങ്ങൾ അവസാനിക്കുവാണ് കേട്ടോ. ഞങ്ങൾ ഹോട്ടൽ വെക്കേറ്റ് ചെയ്യാൻ സമയമായി. ഞങ്ങൾ ഹോട്ടൽ വെക്കേറ്റ് ചെയ്തു. ഓരോരുത്തരും അവരവരുടെ വീട്ടിലേക്ക് പോവാണ്. യാത്ര പറയാൻ കുറച്ച് വിഷമാണ്. പക്ഷേ നമ്മൾ ഈ നാട്ടിൽ നമ്മുടെ കർമ്മഭൂമിയിൽ നമ്മൾ വന്നേക്കുന്നത് അവരവരുടെ ജോലിയും അവരവരുടെ ജീവിതവും നോക്കിയാണ്. നമ്മൾ അവധിയൊക്കെ വരും, നമ്മൾ എൻജോയ് ചെയ്യും, നമ്മൾ ആസ്വദിക്കും. പക്ഷേ എപ്പോഴും നമുക്ക് ജോലിയും നമ്മുടെ ജീവിതവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പണ്ട് അവധി ദിവസങ്ങൾ വന്നാൽ എവിടെയും യാത്രയൊന്നും പോകാറില്ലായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാം, ഇതൊക്കെ വെറുതെ ഒരു പാഴ്ചെലവാണ്, ഈ പൈസ വേറെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ ഇപ്പോൾ തോന്നുന്നു അന്നത്തെ ആ ചിന്തകളൊക്കെ ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു. കാരണം നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് പോലും അറിയത്തില്ല. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ സമ്പത്ത്. നാളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കണം എന്നൊന്നും ഞാൻ പറയില്ല.
പക്ഷേ ഇന്നത്തെ സന്തോഷങ്ങളും അനുഭവങ്ങളും മാറ്റിവെക്കാതെ ജീവിക്കണം. ഇന്ന് ജീവിക്കുക, ഇന്ന് കിട്ടുന്ന ചെറിയ സന്തോഷങ്ങൾ ആസ്വദിക്കുക. ഇതാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ ചെറിയൊരു വലിയ കോൺസെപ്റ്റ്. അങ്ങനെ ഈ ദിവസങ്ങളിലെ മനോഹരമായ ഓർമ്മകളും മനസ്സിൽ നിറച്ച് വീണ്ടും ആ തിരക്കുകളിലേക്ക് ഇറങ്ങാൻ സമയമായി. ഇനിയും ഇതുപോലെ ഒരുപാട് നല്ല നിമിഷങ്ങൾക്കായി കാത്തിരിക്കാം. പുതിയ അനുഭവങ്ങളും പുതിയ ഓർമ്മകളും വീണ്ടും നമ്മളെ തേടി വരട്ടെ. അപ്പോഴേക്കും പറഞ്ഞ പോലെ ടാറ്റാ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.